MLA ഫണ്ട് വിനിയോഗത്തിൽ കട്ടപ്പന നഗരസഭ താമസം വരുത്തുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. പ്രതിപക്ഷം ആരോപിച്ച പല പദ്ധതികളും നഗരസഭയ്ക്ക് നടത്തിപ്പ് ചുമതലയുള്ളതല്ല. പദ്ധതികളുടെ പേപ്പർ വർക്കുകളെല്ലാം നഗരസഭയിൽ നിന്നും തയ്യാറാക്കി നൽകിയതിനു ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസമാണ് നിലവിലുള്ളത്. സ്വന്തം കഴിവുകേട് മറച്ചുവെക്കുന്നതിന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പഴിചാരുകയും നഗരസഭയെ കരിവാരിത്തേക്കുകയും ചെയ്യുക എന്നതിന്റെ ഉദാഹരണമാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെന്നും സിബി പാറപ്പായി പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയിലെ പദ്ധതികളിലേക്ക് അനുവദിച്ച 3 കോടി രൂപയുടെ വർക്കുകൾ നഗരസഭ താമസിപ്പിക്കുന്നു എന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചിരുന്നത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പറയുന്നു. പ്രതിപക്ഷം ആരോപിച്ച പല പദ്ധതികളുടെയും വർക്കുകൾ മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടില്ല. ഹൈമാസ്റ്റ് ലൈറ്റ് അടക്കമുള്ള പദ്ധതികൾക്ക് സ്ഥലം നൽകുക, റോഡുകൾ ആസ്തിയിലുള്ളതാണോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഇതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ഉന്നത അധികാരികൾക്ക് നൽകിയതാണ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പല MLA പദ്ധതികളും MLA ഓഫീസിൽ നിന്നും ഏജൻസികൾ വഴിയാണ് ചെയ്യുന്നത്. അതിൽ നഗരസഭയോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നഗരസഭയ്ക്ക് ചെയ്യാനുള്ളത്. എന്നാൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നും സർക്കാർ തലത്തിലുണ്ടാകുന്ന കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധിയെന്നും സിബി പാറപ്പായി പറഞ്ഞു. MLA ഫണ്ട് വിനിയോഗത്തിൽ കട്ടപ്പന നഗരസഭ താമസം വരുത്തുന്നതായി ഇന്നലെ ചില പ്രതിപക്ഷ കൗൺസിലർമാർ നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുത വിരുദ്ധവുമാണ്. MLA ഫണ്ടിൽപ്പെടുത്തി വന്ന 12 വർക്കുകളിൽ 2 വർക്കുകളായ 20 ഏക്കർ തൊവരയാർ റോഡ് 20 ലക്ഷം രൂപ, ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കൽ 25 ലക്ഷം രൂപ. ഈ വർക്കുകളുടെ നടത്തിപ്പ് മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടില്ല. ഈ വർക്കുകൾ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതാണോ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ആണെന്നും അതിൻ്റെ ആസ്തി രജിസ്റ്ററിൻ്റെ കോപ്പിയും നമ്മൾ കളക്ടറേറ്റിൽ നൽകിയിട്ടുണ്ട്. ലൈറ്റുകളുടെ കാര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ കമ്മിറ്റി തീരുമാനമനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ സ്ഥലം ലഭ്യമാണ് എന്നും അതിൻ്റെ മെയിൻ്റനൻസും കറണ്ട് ചാർജും അടയ്ക്കുന്നത് മുനിസിപ്പാലിറ്റി ചെയ്തു കൊള്ളാമെന്നും കൃത്യമായി അവിടെ ഈ കഴിഞ്ഞ മാസത്തിൽ അവിടെ അറിയിച്ചിട്ടുള്ളതും ആണ്. പിന്നെ ഒരു കാര്യം, 20 ലക്ഷം രൂപയിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു വർക്കുകളും MLA ഓഫീസിൽ നിന്നും മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിക്കുന്നില്ല. അത് MLA ഓഫീസിൽ നിന്നും മറ്റേതോ ഏജൻസിയെ കൊണ്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ കാര്യങ്ങളിൽ തൊവരയാർ 20 ഏക്കർ പൊന്നിക്കവല റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്തി രജിസ്റ്ററും അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കത്തിൻ്റെയും കോപ്പികളാണ് ഇതെല്ലാം കൃത്യസമയത്ത് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഹൈമാക്സ് ലൈറ്റും ഷോപ്പിംഗ് കോംപ്ലക്സിൽ തറയോട് പാകലും എന്ന 25 ലക്ഷം രൂപയുടെ വർക്കിനെ സംബന്ധിച്ചും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കൊടുക്കേണ്ട പേപ്പറുകൾ 18/7/2024 കളക്ടറേറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ കോപ്പിയാണ് ഇത്. ബാക്കി ഉള്ള റോഡുകൾ എന്ന് പറയുന്നത്, ബാക്കി ഉള്ള റോഡുകളിൽ 2 വർക്കുകളുടെ MLA ഫണ്ടിൽ തന്ന ഞാൻ പറഞ്ഞിരിക്കുന്നതിനുള്ള ബാക്കി 2 വർക്കുകളുടെ ബില്ല് മാറിയതാണ്. 4 വർക്കുകൾ ASന് ഡോക്യുമെന്റ് നമ്മൾ AS കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് AS വരാനുള്ള താമസമാണ് അതിന്റെ നടത്തിപ്പിന് വരുന്നത്. 2 വർക്കിന്റെ MLA ഫണ്ടിൽ തന്നിരിക്കുന്ന മറ്റ് 2 വർക്കിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പറേറ്റ് ചെയ്ത് തയ്യാറായിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഡോക്യുമെന്റ്സ് കളക്ടറേറ്റിലേക്ക് നൽകുന്നതായിരിക്കും. ബാക്കിയുള്ളത് പിന്നെ ഫ്ലഡ് വർക്കുകളാണ്. ഫ്ലഡ് വർക്കുകളിൽ ആകെ വന്നിരിക്കുന്ന 7 എണ്ണം. നിലവിലുള്ളതിൽ 1 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് ബില്ല് മാറിയതാണ്. 1 എണ്ണം ടെൻഡർ ചെയ്ത് ഇടുക്കിയിലുള്ള ഒരു ലേബർ സൊസൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. ആ ലേബർ സൊസൈറ്റി എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ITI കുന്ന് ആശ്രമംപടി റോഡ്. ITI കുന്ന് ആശ്രമംപടി റോഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടെൻഡർ ചെയ്ത് ഇടുക്കിയിലുള്ള ലേബർ സൊസൈറ്റി എടുത്തിട്ട് എന്തുകൊണ്ട് ആ വർക്ക് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ പറയണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബാക്കി ഉള്ള 5 എണ്ണമാണ് പിന്നെ ഫ്ലഡിലുള്ളത്. ആ 5 ഫ്ലഡ് വർക്കിൽ 5 എണ്ണം ASന് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഡോക്യുമെന്റ്സും പ്രിപ്പയർ ചെയ്ത് കളക്ടറേറ്റിൽ 5 എണ്ണം നൽകിയിട്ടുണ്ട്.
നാളിതുവരെ വർക്ക് ചെയ്ത ഇതാണ് ഫ്ലഡിൻ്റെയും മറ്റേ MLA ഫണ്ടിനെ സംബന്ധിച്ചും നിലവിലുള്ള സ്ഥിതിവിവരം. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ 2024-25 അതായത് നാളിതുവരെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്ത കോൺട്രാക്ടർമാരുടെ മുഴുവൻ ബില്ലുകളും മാറിക്കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള മുഴുവൻ ബില്ലുകളും മാറിക്കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2024-25 വർഷത്തെ 50 വർക്കുകൾ ഇന്ന് ടെൻഡർ ചെയ്യുകയാണ്. അടുത്തുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലും 2024-25 ഒരു വർക്കുകൾ പോലും ടെൻഡർ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിലും കട്ടപ്പന നഗരസഭയാണ് ഏറ്റവും ആദ്യമായി ഈ വർഷത്തെ 50 വർക്കുകൾ ഇന്ന് ടെൻഡർ ചെയ്യുകയാണ്. അതിൽ 5 വർക്ക് MB ഫണ്ടിൽപ്പെട്ട വർക്കുകളാണ്. കട്ടപ്പന മാർക്കറ്റിന്റെ നവീകരണം 20 ലക്ഷം രൂപ അടക്കം 65 ലക്ഷം രൂപ, അതായത് പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് 65 ലക്ഷം രൂപ MB നഗരസഭയിൽ ഫണ്ട് അനുവദിച്ചു എന്ന് വന്നപ്പോൾ അതിൽ വിരളി പിടിച്ച ചില ആളുകള്. കൂടാതെ പ്രതിപക്ഷം ആരോപിച്ച പല പദ്ധതികളും ഫ്ലഡ് വർക്കിൽ തുക അനുവദിച്ചതാണ്. റോഡടക്കമുള്ള പദ്ധതികളിൽ ഫ്ലഡ് മുഖാന്തരം റോഡ് നശിച്ചതല്ലെങ്കിൽ തുക ഇതിൽ ചിലവഴിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ തുക വീണ്ടും പദ്ധതിക്കായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന കാലതാമസം നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത്. നിലവിൽ നഗരസഭ കരാറുകാരുടെ ബില്ലുകൾ മുഴുവൻ മാറി നൽകിയിട്ടുണ്ട്. 2024-25 വർഷത്തെ 50 വർക്കുകൾ ടെൻഡറും ചെയ്തു. MB നഗരസഭയ്ക്കായി ഫണ്ട് അനുവദിച്ചത് ചില ആളുകൾക്ക് വെകിളി പിടിപ്പിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും സിബി പാറപ്പായി പറയുന്നു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.